ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോൾഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ലൈറ്റ് റൂം ക്ലാസിക്കിലെ ഒരു കളർ ഗ്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചർ പരിചയപ്പെടാൻ പോകണം. സംഭവം മറ്റൊന്നുമല്ല, കളർ കാലിബ്രേഷൻ. ഞാൻ ഒരുപാട് ഉപയോഗിക്കാറുള്ള ഒരു ടൂളാണ് ഈ കളർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കതിൻ്റെ ഒരു ബേസിക്സ് എന്തൊക്കെയാണെന്ന് കാണാം, ഇതിൻ്റെ ഒരു കളർ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാം, ഇതിൻ്റെ ഒരു കുറച്ച് തിയറി ഉണ്ട്, പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു പോകും. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ കളർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൻ്റെ ഏറ്റവും അവസാനം ഈ ഒരു ഭാഗത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ലൈറ്റ് റൂം ഒരു കളർ ഗ്രേഡിങ് ടൂളായിട്ട് കാണുന്നില്ല. ഇതൊരു കാലിബ്രേഷൻ ടൂളാണ്. എന്താണ് കളർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തെ നമ്മൾ വേണ്ട ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ കാലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതായത് കൃത്യമായ നമ്മൾ ഡിസയർ ചെയ്യുന്ന ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ കളർ കാലിബ്രേഷൻ എന്ന് പറയുമ്പം അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കളർ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഓരോ ക്യാമറകൾക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ല ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഫോട്ടോഗ്രാഫി ഇൻഫ്ലുവൻസേഴ്സ് അല്ല വീഡിയോഗ്രാഫി ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഈ ക്യാനോണിൻ്റെ കളർ സയൻസ് ഭയങ്കര രസമാണ്, സോണിയുടെ കളർ സയൻസ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി, അല്ലെങ്കിൽ നിക്കോണിൻ്റെ കളർ സയൻസ് കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയായെന്നൊക്കെ പറയുമല്ലോ. സോ ബേസിക്കലി എന്താണത്? ആക്ച്വലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഏത് ക്യാമറ എടുത്താലും അതുപോലെ തന്നെയല്ലേ കാണേണ്ടത്. അപ്പോൾ ഞാൻ ഈ കാഴ്ച കാണുന്നത് നിങ്ങളും ഒക്കെ ഒരുപോലെയല്ലേ കാണേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാമറകളും ഓരോ കളേഴ്സിനെ ഓരോ രീതിയിലായിരിക്കും കാണുക. സോണി ഒരു ബ്ലൂ കളറിനെ കാണുന്ന പോലെ അല്ല നിക്കോൺ ഒരു ബ്ലൂ കളറിൽ കാണുന്നത്. അവരുടെ ഒരു പ്രൊപ്രൈറ്ററി സംഭവമാണ്. അവരായിട്ട് ഇപ്പം നമ്മൾ പണ്ട് പറയില്ലേ, നമ്മുടെ ഫ്യൂജി ഫിലിം കളേഴ്സ് ഭയങ്കര രസമല്ലേ, പഴയ ഫിലിം സ്റ്റിമുലേഷൻസ് ഒക്കെ അവർക്കുണ്ട്, ഒളിമ്പസിന് അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊപ്രൈറ്ററി സംഭവമാണ്. അപ്പം അതാണ് കളർ സയൻസ്, അവരുടെ ഓരോ ക്യാമറ മാനുഫാക്ചേഴ്സിനെ കളർ സയൻസ്. അപ്പോൾ നമ്മൾ കളർ കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ മാനുഫാക്ചർ ഇപ്പോൾ ക്യാനോണിൽ എടുത്തൊരു ഫോട്ടോ, ക്യാനോൺ ക്യാമറ കണ്ട ആ ബ്ലൂ കളർ അല്ല എനിക്ക് വേണ്ടതെങ്കിൽ ആ ബ്ലൂ കളറിനെ എനിക്ക് വേണ്ട ഒരു കളറായിട്ട് ഞാൻ മാറ്റുകയാണ്. അതാണ് കാലിബ്രേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താണ് സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ രണ്ട് കളർ വീൽസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഏതിലൊന്ന് കണ്ടാലും മതി. ഓക്കെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹിസ്റ്റോഗ്രാമാണ്. ഹിസ്റ്റോഗ്രാമിൻ്റെ താഴെ ഇവിടെ ഒരു 4-5 വരകൾ കാണുന്നുണ്ട്, 4 വരകൾ കാണുന്നുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എൻ്റെ ഈ മൗസിൻ്റെ പോയിൻ്റർ ബ്ലൂവിൽ ഒന്ന് കൊണ്ടുവെക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ആക്ച്വലി ഇറ്റ്സ് ബ്ലൂ അല്ലേ, അതൊരു ബ്ലൂ കളറാണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ RGB എത്ര % ഉണ്ടെന്നും കാണാൻ പറ്റും. റെഡ് 38.3%, ഗ്രീൻ 42.4%, ബ്ലൂ 67.2% ഉണ്ട് ആ ബ്ലൂ കളറിൽ. അതേപോലത്തെ ഒരു ബ്ലൂ കളർ ഇവിടെയുണ്ട്. നമ്മൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ കളറാണ് കാണുന്നത്. യെല്ലോയുടെ കാര്യത്തിലേക്ക് വന്നാലും, അപ്പോൾ എന്താണ് ഇവിടെ സംഭവം? അതായത് ഈ ഗ്രീൻ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡും ബ്ലൂവും ഗ്രീനും ചേർന്നിട്ടാണ്. അതായത് നമ്മുടെ ക്യാമറയിൽ 10 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പിക്സൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് RGB വാല്യൂസ് ഉണ്ട്. അപ്പം ഒരു പിക്സൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു കളർ ഈ RGB വാല്യൂസിൻ്റെ മിക്സ് ആയിരിക്കും. അതാണ് ഇവിടെ ഉള്ളത്. അതാണ് നമ്മളിവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, RGB 3 കളേഴ്സും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ കാണുക, അത് ഞാൻ ലൈറ്റ് റൂമിനോട് പറയുകയാണ്, എൻ്റെ ബ്ലൂ ഇങ്ങനെയല്ല, എൻ്റെ ബ്ലൂ മറ്റെവിടെയോ ഉണ്ട്, അതിലേക്ക് വരണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ബ്ലൂവിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലൂ മാത്രമല്ല മാറുന്നത്, എല്ലാ കളേഴ്സും മാറുന്നുണ്ട്. ദാറ്റ് പ്രൂവ്സ് മൈ പോയിൻ്റ്. അതായത് എല്ലാത്തിലും ഉള്ള ബ്ലൂ മാറുന്നുണ്ടെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ റെഡിനെ മാത്രം നിങ്ങൾ നോക്കുക. ആ റെഡിൽ ഞാൻ ബ്ലൂ മാറ്റുമ്പോൾ റെഡ് കൂടുതൽ സാച്ചുറേറ്റഡ് ആകുന്നുണ്ട്, ബ്ലൂ കൂടുതൽ സയാൻ കളറിലേക്ക് വന്നു, യെല്ലോ കൂടുതൽ ഓറഞ്ചായി, അങ്ങനെ എല്ലാ കളേഴ്സിലും ഒരു മാറ്റം വരുന്നുണ്ട്. ഇതേ മാറ്റങ്ങൾ നമ്മളുടെ ഫോട്ടോസിലും വരും. അവിടെ എന്ത് കളറുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്താണ് മെയിൻ കളർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ മാറ്റങ്ങൾ നമ്മുടെ ഫോട്ടോസിലും വരും. നമുക്കൊരു ഫോട്ടോ കണ്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തിയറി ഒന്ന് പരീക്ഷിക്കാം. ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ. സോ ബേസിക്കലി ഈ ഒരു ഫോട്ടോയ്ക്ക് ഞാൻ ഒരു ഓട്ടോ കൊടുക്കുകയാണ്. ഓട്ടോ കൊടുത്തു. സാച്ചുറേഷൻസ്
സാച്ചുറേഷൻ ഞാൻ ക്ലിയർ ചെയ്യുകയാണ്, വൈബ്രൻസ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ നേരെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഞാൻ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കളേഴ്സ് വേണം. അതിനുവേണ്ടി നമുക്ക് ഇത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനിൽ എത്തിച്ചേരുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് എപ്പോഴും ഞാൻ ബ്ലൂവിൻ്റെ ഹ്യൂ 10 മറ്റേതിൻ്റെ ഹ്യൂ 4 ഇങ്ങനെ ഒരു കൃത്യ കണക്ക് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം നിങ്ങൾ എടുത്ത സമയത്തെ എടുത്ത ഫോട്ടോയിൽ എത്ര പിക്സൽസ് ആണോ, എത്ര RGB വാല്യൂസ് ആണോ ഒരു പിക്സൽസുള്ള അതിനനുസരിച്ചായിരിക്കും മാറ്റം വരുന്നത്. അതുകൊണ്ട് ഇന്ന രീതിയിലേക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില ജനറൽ ഗൈഡ് ലൈൻ പറയാൻ പറ്റും. അത് ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഞാൻ ഇവിടെ കുറച്ച് പഞ്ചിങ് കളേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്ലൂവിനെ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ കൂടുതൽ ചുമന്നു വന്നു. ഗ്രീനെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി. കണ്ടു, അപ്പം നമ്മുടെ കുറച്ച് ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ചാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഞാൻ ഹ്യൂവിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ കുറച്ച് യെല്ലോയിഷ് ഓറഞ്ച് കളറും കൂടെ വന്നു. ആൻഡ് ഷാഡോസ് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്കിവിടെ സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം, ഇവിടുത്തെ സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം, ഇവിടുത്തെ സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം. സോ ഇവിടെ ബേസിക്കലി നമ്മൾ ഈ ഒരു ഫോട്ടോയിനെ ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തി. സോ വി കളർ ഗ്രേഡഡ് ഇറ്റ് ജസ്റ്റ് വിത്ത് കളർ കാലിബ്രേഷൻ, അല്ലേ? കളർ കാലിബ്രേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ഒരു സ്കൈ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പോഷർ ഒന്ന് കുറച്ച് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡ്രാമ ഉള്ള നല്ലൊരു ഓട്ടം ലുക്കുള്ള ഒരു ഫോട്ടോയായി മാറി. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വന്നൊരു ആപ്ലിക്കേഷൻ പർപ്പസ്. യു ക്യാൻ ചേഞ്ച് സീസൺസ്, അതായത് എൻ്റെ സീസൺസ് നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഈ കളർ കാലിബ്രേഷൻ കൊണ്ട് മാറ്റാൻ പറ്റും. നമുക്ക് മറ്റൊരു ഫോട്ടോ വെച്ച് ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. അതായത് അപ്പോൾ ഇതിനെ നമുക്ക് നേരെ തിരിച്ച് പച്ചയിലേക്ക് കൊണ്ടുവന്നാൽ ഇത് ഓൾറെഡി ബ്രൗൺ അല്ലേ, നേരെ തിരിച്ചിട്ട് കളിച്ചാൽ മതി. ബ്ലൂ അങ്ങോട്ട് മാറ്റിയപ്പോൾ പച്ചയായി, കുറച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ വേറെ ഒരു പച്ചയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പഞ്ച് കുറയ്ക്കാൻ വേണ്ടി സാച്ചുറേഷൻ കുറയ്ക്കാം. അത്രയും മാറ്റിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ പച്ച, വൃത്തികെട്ട പച്ചയായി. പക്ഷേ ഒരു പൊട്ടിക്ക് അങ്ങോട്ട് മാറ്റി, ഇത്രയും വേണ്ട. സോ ഇതിപ്പോൾ ഒരു സ്പ്രിങ്ങിൽ നിന്ന് മറ്റിടത്തേക്ക് പോകുന്നൊരു സംഭവം അല്ലേ, കണ്ടോ? ഇനി ഷാഡോസിനെ കുറിച്ച് പറയാം. ഷാഡോസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കളർ കാസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടി. അത് പ്രത്യേകിച്ച് നമ്മളിപ്പം നമ്മൾ ഒരു പച്ച ടാർപ്പയൊക്കെ ഒരു സ്ഥലത്ത് വലിച്ചു കെട്ടി അവിടെ നിന്ന് വന്ന വെട്ടത്തിൽ നമ്മുടെ മേത്തോട്ടൊരു പച്ച കളർ വന്നു. അതിന് നമുക്ക് ഇപ്പോൾ ഷാഡോസിലുള്ള ഭാഗത്ത് ആ കളർ കാസ്റ്റ് കളയാൻ വേണ്ടി നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ കളർ പോവും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയാൽ അത് പോവും. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് താഴെ ചെയ്താൽ മതി. സോ നമുക്ക് ക്രേസി ആയിട്ടുള്ള കളർ ഗ്രേഡിങ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോയും കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ ഓട്ടോ കൊടുക്കുകയാണ്. ഫോർ ദ ടൈം ബീയിങ് കളേഴ്സ് മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരെ കളർ കാലിബ്രേഷനിലേക്ക് വന്നു. സോ ഇറ്റ്സ് ഓൾ ഗ്രീൻ അല്ലേ. എനിക്കൊരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്കുള്ളൊരു നല്ലൊരു പഞ്ചിങ് ഒരു സിനിമാറ്റിക് സംഭവം വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇതുപോലെ നമുക്ക് പച്ചേനെ മാറ്റണം. അപ്പോൾ ആദ്യം ഞാൻ വേണമെങ്കിൽ റെഡിനെ നമ്മൾ ചെറുതായിട്ട് ഓറഞ്ചിലേക്ക് മാറ്റി. നിങ്ങൾക്ക് കണ്ടോ ആ പച്ചയിൽ നിന്ന് ഈ പച്ചയിലേക്ക് വന്ന് കണ്ടില്ലേ. അപ്പം അതിൽ നിന്ന് ഞാൻ ഗ്രീനിനെ ഇനി നേരെ കുറച്ച് വ്യത്യാസം മനസ്സിലാകുന്നില്ല. ഈ എക്സ്പെഷ്യലി ഈ ഒരു ഭാഗത്തെ നോക്കുക, കണ്ടോ അവിടെ ഒരു ഓറഞ്ച് ലുക്ക് വന്നു. ഇനി എനിക്ക് മൊത്തത്തിലൊരു സയാൻ കളർ കൊണ്ടുവരണം, സ്കൈ. അതിനുവേണ്ടി ബ്ലൂവിനെ ഞാൻ പതുക്കെ സയാനിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ, ഈ കൂട്ടും തോറും നല്ല കട്ടച്ചൊമ്പ് വരും. പക്ഷേ തിയററ്റിക്കലി ശരിയല്ല. പക്ഷേ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് വേണ്ടി ഇനി ജസ്റ്റ് പ്ലേ വിത്ത് സാച്ചുറേഷൻ. ഞാനിപ്പോൾ കുറച്ച് കുറച്ച് കൂടുതൽ ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് ഷാഡോസിൽ കുറച്ച് ഗ്രീൻ അങ്ങ് എടുത്ത് കളഞ്ഞു. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിൻ്റെ അത് നമുക്കിനി വേണമെങ്കിൽ നേരെ ബേസിക്കിൽ പോയിട്ട് കുറച്ച് എക്സ്പോഷർ കൂട്ടിക്കൊടുത്ത് കുറച്ച് ഹൈലൈറ്റ്സ് ചെയ്യാൻ കുറച്ച് ക്ലാരിറ്റിയൊക്കെ ചെറുതായിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോട്ടോ ആക്കി നമുക്കിതിനെ എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കണ്ടിനാ. അപ്പം കളർ കാലിബ്രേഷൻ വെച്ച് അത്രയും നമുക്ക് സെറ്റപ്പായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനകത്ത് പ്രധാനപ്പെട്ട എഡിറ്റ് നമ്മൾ വന്ന കളർ കാലിബ്രേഷനിലാണല്ലോ. കളർ കാലിബ്രേഷൻ ഞാൻ ഓഫാക്കി കാണിക്കാൻ, കണ്ടോ, അത്രയും സെറ്റപ്പായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഭയങ്കര വൃത്തികേടായി പോകും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യേണ്ട, പക്ഷേ നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു വർക്ക് ഫ്ലോ ആണിത്. ഇപ്പോൾ എൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയിൽ കളേഴ്സ് ഇൻസ്റ്റൻ്റ്ലി ബൂസ്റ്റ് ചെയ്യാൻ എനിക്ക് ഈ എല്ലാത്തിൻ്റെയും സാച്ചുറേഷൻ മാത്രം എനിക്ക് കൂട്ടിക്കൊടുത്താൽ മതി. കണ്ടു, ഇൻസ്റ്റൻ്റ്ലി. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ പിക്സൽസിൻ്റെയും സാച്ചുറേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പിക്സൽസിലൊരു മിതത്വമുള്ള ഭയങ്കര മനോഹരമായിട്ടൊരു സാച്ചുറേഷനാണ് കൂടുന്നത്. ആൻഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൂടും. ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലുണ്ട് ഇത്. നിങ്ങൾ
എക്സ്പ്ലോർ ചെയ്യും. എന്താ പറയുക, ഇതിനൊരു പർട്ടിക്കുലർ നിയമം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു. ബാക്കി നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ ഇത് എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയാം ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ എങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു നിങ്ങൾ ചിന്തിക്കുക. സോ ഇത് ഏകദേശം ഒരു ബേസിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിപ്പോഴും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സാധനമാണ്, ഇതിൻ്റെ ഒരു തിയറിയാണ് സംഭവം ഞാൻ പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ, അത്രയും മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. യു ടേക്ക് കെയർ. നിങ്ങൾ സുഖമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും കാണുന്നതുവരെ ബൈ ഫോർ നാവ്. പീസ്.